നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടുവിൽ എല്ലാം കണ്ട CCTV ദൃശ്യങ്ങൾ പോലീസും കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ പോലീസ് ആ CCTV ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ മേയറിന് തലവേദനയായി മാറാനുള്ള സാഹചര്യവും ഉണ്ട്. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും റോഡിന് കുറുകെ കാറിട്ട് KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ ഇന്ന് പോലീസ് പരിശോധിക്കും. കേസിലെ നിർണായക തെളിവ് ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് KSRTCക്ക് കത്ത് നൽകിയിരുന്നു. തൃശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് ഇന്ന് തിരിച്ചെത്തിയാൽ പരിശോധിക്കാനാണ് തീരുമാനം. ബസ് അമിത വേഗത്തിലായിരുന്നോ, വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തിരുന്നോ എന്ന കാര്യത്തിലും CCTV ദൃശ്യങ്ങൾ നിർണായകമാകും. ബസ്സിലെ യാത്രക്കാരുടെ പട്ടിക KSRTC അധികൃതർ പോലീസിന് കൈമാറിയിട്ടുമുണ്ട്. ഇവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. മേയർക്കും MLAയ്ക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യദു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പരാതി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള സൈബർ ആക്രമണത്തിനെതിരെയും കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്തു വന്നിരുന്നു. CCTV ദൃശ്യങ്ങൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുമ്പോൾ എന്തുകൊണ്ട് പോലീസ് ഇതുവരെയും പരിശോധിക്കുന്നില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും തൃശൂരിൽ ട്രിപ്പ് പോയ ബസ് തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ CCTVയിൽ ഉണ്ടാകുമോ എന്നതുകൂടി സംശയമുണ്ട്. ഇനി അഥവാ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പല ഗൂഢാലോചനകളും പല തിരുമറികളും ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമാകും. എന്തായാലും കഴിഞ്ഞ ദിവസം നഗരസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾ ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഈ ഘട്ടത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ കരഞ്ഞുകൊണ്ടാണ് തന്റെ അവസ്ഥ പറഞ്ഞത്. പോലീസ് മേധാവിക്കും മ്യൂസിയം പോലീസിനുമാണ് മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകിയിട്ടുള്ളത്. KSRTC ബസ് ഡ്രൈവറുമായുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെ സൈബർ ആക്രമണം തുടങ്ങി എന്നാണ് പരാതിയിലെ മറ്റൊരു കാര്യം. സഹോദരനൊപ്പമുള്ള ചിത്രത്തിനും മറ്റ് ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കും കീഴിൽ അശ്ലീല കമന്റുകൾ നിറയുന്നു എന്ന് പരാതിയിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരം പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയുമായി ഉണ്ടായ വാക്ക് തർക്കത്തിൽ KSRTC ഡ്രൈവർക്കെതിരെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗം പ്രമേയം പാസാക്കി. KSRTC ഡ്രൈവർ യദുവിനെ പിരിച്ചുവിടണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നുമുള്ള പ്രമേയമാണ് കൌൺസിൽ പാസാക്കിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച കൌൺസിൽ യോഗത്തിൽ BJP അംഗം അനിൽകുമാറാണ് മേയറുടെ റോഡിലെ തർക്കം ഉന്നയിച്ചത്. തുടർന്ന് CPM BJP കൌൺസിലർമാർ തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായി. മേയർ പദവി ദുരുപയോഗം ചെയ്താണ് ബസ് തടഞ്ഞത് എന്ന് BJP അംഗം അനിൽകുമാർ ആരോപിച്ചു. തലസ്ഥാനത്തെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെയാണ് മുറിവേൽപ്പിച്ചത് എന്നും സമൂഹത്തോട് മേയർ മാപ്പ് പറയണമെന്നും BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. BJP അംഗങ്ങൾ നടുതളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. മേയർ നഗരസഭയ്ക്ക് അപമാനമാണെന്നും രാജിവെക്കണമെന്നുമാണ് BJP ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് അംഗങ്ങളും വിമർശനം ഉന്നയിച്ചു. യദു ആവശ്യപ്പെട്ടാൽ സംരക്ഷണം നൽകുമെന്നും BJP അംഗങ്ങൾ വ്യക്തമാക്കി. ഡ്രൈവറെ പിരിച്ചുവിടാൻ പ്രമേയം പാസാക്കണമെന്ന് CPM അംഗങ്ങൾ ആവശ്യപ്പെട്ടു. തുടർന്ന് CPM അംഗം ഡോക്ടർ R അനിൽ പ്രമേയം അവതരിപ്പിച്ചു. വാക്കാലുള്ള പ്രമേയം തുടർന്ന് പാസാക്കുകയായിരുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ പ്രതിപക്ഷാംഗങ്ങൾ വസ്തുത അറിയാൻ ഒന്ന് ഫോൺ പോലും ചെയ്തില്ല എന്നും പ്രതിപക്ഷാംഗങ്ങൾ അത് അറിയാനൊന്നും വിളിച്ചിട്ടില്ല എന്നും ആര്യ രാജേന്ദ്രൻ യോഗത്തിൽ പറഞ്ഞു. എന്നാൽ മേയർ ഫോൺ വിളിച്ചാൽ എടുക്കാറില്ലെന്നായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ അതിന് മറുപടി നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിച്ച പ്രതിയെ ന്യായീകരിക്കുന്നതിന് പ്രതിപക്ഷത്തിന് ഉളിപ്പില്ല എന്നും CPM പ്രതിനിധികൾ ചോദിച്ചു. പ്രമേയ അവതരണത്തിനിടെ BJP കൌൺസിൽ യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തു. പ്രമേയ ചർച്ചയ്ക്കിടെ വിതുമ്പിക്കൊണ്ടാണ് മേയർ മറുപടി നൽകിയത്. താൻ പ്രതികരിച്ചത് തെറ്റായ പ്രവണതയ്ക്കെതിരെയാണെന്നും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നേരിടുന്നത് എന്നും ഒരു മാധ്യമങ്ങളും ഇക്കാര്യങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നും മാധ്യമങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്നും മേയർ വിതുമ്പിക്കൊണ്ട് പറയുകയായിരുന്നു. സൈഡ് കൊടുക്കാത്തതിനല്ല, ലൈംഗികമായി അധിക്ഷേപിച്ചതിനാണ് പ്രതികരിച്ചത് എന്നും നിയമ നടപടി തുടരുമെന്നും മേയർ പറയുന്നു. സത്യാവസ്ഥ പുറത്തുവരും. പ്രതികരിക്കുന്നതിന് മുൻപേ മന്ത്രിയെയും പോലീസിനെയും അറിയിച്ചുവെന്നും മേയർ ആര്യ രാജേന്ദ്രൻ പറയുകയാണ്. എന്തായാലും നിലവിൽ മന്ത്രി ഏതായാലും കട്ടയ്ക്ക് നിൽക്കുകയാണ്. തൽക്കാലം ഇപ്പോൾ മറ്റ് വലിയ നടപടിയൊന്നും വേണ്ട എന്ന് തന്നെയാണ്, യദുവിനെതിരെ വേണ്ട എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ആര്യയുടെ കരച്ചിൽ, എന്തായാലും ആര്യ വലിയ രീതിയിലുള്ള ദുഃഖത്തിൽ തന്നെയാണ്. സൈബർ അറ്റാക്ക് വലിയ രീതിയിലുണ്ട്. ശ്രീജിത്ത് പണിക്കർ മുമ്പ് പറഞ്ഞതുപോലെ ആദ്യമായിട്ടായിരിക്കും ഒരു KSRTC ഡ്രൈവറിന് ഇത്ര പിന്തുണ ലഭിക്കുന്നത് എന്നതാണ്. എന്തായാലും കണ്ണിൽ കണ്ട CCTV ദൃശ്യങ്ങൾ, ആദ്യം പറഞ്ഞു റോഡ് തടഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ബസ് തടഞ്ഞ് ബസ്സിനെ ക്രോസ് ചെയ്ത് വണ്ടി കിട്ടിയിട്ടില്ല എന്ന്. പക്ഷെ പിന്നീട് CCTV ദൃശ്യങ്ങൾ വന്നപ്പോൾ അത് പച്ച നുണയാണെന്ന് മനസ്സിലായി. എന്നാൽ അതിനുശേഷം ഇപ്പോഴത്തെ വീണ്ടും KSRTC ഡ്രൈവർ ലൈംഗിക ചുവയോടുകൂടി തന്റെ ചേഷ്ട കാണിച്ചു എന്നാണ് പറയുന്നത്. ആ ഒരു CCTV ദൃശ്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടറിയാം. എന്തായാലും ഇന്ന് അത് പരിശോധന നടത്തും.